പരിശുദ്ധമായ സഫർ മാസത്തിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ച പകലിലാണ് നമ്മളുള്ളത്. ഇന്നും ഇനിയുള്ള പുണ്യമായ സഫർ മാസത്തിൻ്റെ ഓരോ ദിനത്തിലും 2-3 കാര്യങ്ങൾ ചെയ്താൽ ഒരുപാട് നേട്ടമാണ് ദുന്യാവിലുള്ളത്. കുറച്ച് നാളെ നമ്മളിവിടെ താമസിക്കാം അല്ലേ, ദുന്യാവിൽ കുറച്ച് നാളേ ഉള്ളൂ, എപ്പോഴാണ് മരിക്കുന്നതെന്ന് അറിയില്ല. ആ മരിക്കുന്നതിന് മുമ്പ് ഒരുപാട് നമുക്ക് നന്മകൾ നേടാൻ പറ്റിയാൽ അത് വലിയൊരു നേട്ടമാണ്. അപ്പം ഇൻഷാ അല്ലാഹ് കുറഞ്ഞ സമയം കൊണ്ട് ഒരുപാട് നന്മകൾ നേടാനുള്ള ചില അമലുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെടുന്നത്. പരിശുദ്ധമായ സഫർ മാസത്തിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ച ദിനമായ ഇന്ന് മഗ്രിബിന് മുമ്പ് ഒരു വരി മാത്രമുള്ള ഒരു സ്വലാത്ത്, ആ സ്വലാത്ത് ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം. അതായത് ഈ സ്വലാത്ത് ചൊല്ലിയാൽ കിട്ടുന്ന നേട്ടം പറയുന്നത് 1000 പ്രഭാതങ്ങളിൽ 70 മലക്കുകൾ വീതം അവരിങ്ങനെ നമുക്ക് പ്രതിഫലം എഴുതിക്കൊണ്ടിരിക്കും ഈ സ്വലാത്ത് പറഞ്ഞവർക്കെന്നാണ്. മാത്രമല്ല ഒരുപാട് നേട്ടങ്ങൾ ഈ സ്വലാത്തിനുണ്ട്. വളരെ സിമ്പിളാണ് ഈ സ്വലാത്ത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ആ സ്വലാത്ത് ഏതാണെന്നും അതിൻ്റെ അർത്ഥം എന്താണെന്നും അതെങ്ങനെയാണ് ഓതേണ്ടതെന്നും അത് എത്ര പ്രാവശ്യമാണെന്നൊക്കെ ഒന്ന് കേട്ടാലോ? മഹദിയായ ജുവൈരിയ ബീവിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു കൊടുത്തൊരു ദിക്ർ എൻ്റെ ഉമ്മമാർക്കൊക്കെ അറിയാമത്, പക്ഷെ അതിൻ്റെ അർത്ഥം പല ആളുകൾക്കും അറിയില്ല. അപ്പോൾ ഏതാണ് ആ ദിക്ർ, എന്താണ് അതിൻ്റെ അർത്ഥം, ആ ദിക്ർ പറഞ്ഞാൽ എന്ത് ഗുണമാണുള്ളത്? ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും സങ്കടങ്ങളൊക്കെ നമ്മുടെ മനസ്സിലുണ്ട്. അതൊക്കെ നമ്മൾ മുന്നിൽ വെച്ചിട്ട് അള്ളാഹു ഇതൊക്കെ മാറ്റിത്തരണേ എന്ന് പറഞ്ഞ് ഈ ഒരു മനസ്സറിഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് ഈ ഒരു ദിക്ർ നിങ്ങൾക്ക് ഇന്ന് പറയാൻ പറ്റുമോ? നിങ്ങളുടെ പ്രശ്നങ്ങൾ പമ്പ കിടക്കും. അള്ളാഹു തആല തൗഫീഖ് തരുമാറാവട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനുണ്ട്. അവസാനം വരെ കാണാൻ മറക്കണ്ട. ഇത് മറ്റുള്ളവർക്ക് കൂടി എത്തിച്ചു കൊടുക്കാൻ ഒരിക്കലും വിട്ടുപോകരുത്. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. ഏറ്റവും സ്നേഹ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ, ഉമ്മമാരെ, ഉപ്പമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ ഈ വെള്ളിയാഴ്ചയുടെ പ്രഭാതത്തിൽ നമുക്ക് എല്ലാവിധത്തിലുള്ള ഖൈറും സലാമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മനസ്സറിഞ്ഞെല്ലാവരും, എൻ്റെ ശബ്ദം കേൾക്കുന്ന എല്ലാ മുഅ്മിനീങ്ങളും മനസ്സറിഞ്ഞൊരു ഹംദ് പറഞ്ഞേ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അതോടൊപ്പം തന്നെ ഇന്ന് വെള്ളിയാഴ്ച ദിവസമല്ലേ, നമുക്കൊന്ന് ഒരു സ്വലാത്ത് ചൊല്ലിയാലോ? ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മുടെ ഈ സദസ്സ് കാണുകയാണ്. നമ്മൾ ചൊല്ലുന്ന സ്വലാത്ത് നബി തങ്ങൾക്ക് നേരിട്ട് എത്തിക്കപ്പെടുകയാണ്. എല്ലാവരും മനസ്സറിഞ്ഞൊരു സ്വലാത്ത്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അല്ലാഹുമ്മ സ്വല്ലി അലൈഹി വസല്ലിം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അല്ലാഹുമ്മ സ്വല്ലി അലൈഹി വസല്ലിം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അല്ലാഹുമ്മ സ്വല്ലി അലൈഹി വസല്ലിം. അള്ളാഹു നമ്മുടെ സദസ്സിനെ സ്വീകരിക്കുമാറാവട്ടെ. ഒരുപാട് മുഅ്മിനീങ്ങൾ ഓരോ വീഡിയോകൾക്ക് താഴെയും നിരവധി ദുആ വസിയത്താണ് പറയാറുള്ളത്. അല്ലാഹു തആല ആരൊക്കെ നമ്മളോട് ദുആ ചെയ്യാൻ പറഞ്ഞോ എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും മാറ്റി കൊടുക്കട്ടെ. എല്ലാ പ്രശ്നങ്ങളും അല്ലാഹു തആല ദൂരീകരിച്ചു കൊടുക്കുമാറാവട്ടെ. നമ്മുടെയൊക്കെ ഹലാലായ മുറാദുകൾ അല്ലാഹു ഹാസിലാക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇന്ന് പരിശുദ്ധമായ സഫർ മാസത്തിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ച ദിനമാണ്. അൽഹംദുലില്ലാ. ഈ വെള്ളിയാഴ്ച ദിനത്തിൽ ഒരുപാട് സുന്നത്തുകളുണ്ട്, ആദാബുകളുണ്ട്. അതുപോലെ സൂറത്തുൽ കഹഫ് ഓതിയ ആളുകളുണ്ട്, ഓതാൻ ഇപ്പോൾ ഒരുങ്ങുന്ന ആളുകളുണ്ട്, അല്ലെങ്കിൽ ജുമാക്ക് മുമ്പ് തന്നെ ഓതി തീർക്കാൻ വിചാരിച്ച ആളുകളുണ്ട്. എല്ലാവർക്കും അല്ലാഹു തആല എല്ലാവിധ ഖൈറും സലാമത്തും നൽകട്ടെ. ആമീൻ. സഫർ മാസമാണ്. പല ആളുകളും വീണ്ടും ചോദിക്കുന്നുണ്ട്, ഉസ്താദെ മോളുടെ കല്യാണം ഈ മാസം വെക്കാൻ ഉദ്ദേശിക്കുന്നു, അല്ലെങ്കിൽ പെരതാമസം ഈ മാസം വെക്കാൻ ഉദ്ദേശിക്കുന്നു, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഞാൻ വീണ്ടും പറയുകയാണ്, മുമ്പത്തെ വീഡിയോയിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടത്, നിക്കാഹുമായി ബന്ധപ്പെട്ട് 2 മാസമാണ് പ്രത്യേകം നല്ലത് എന്ന് നമുക്ക് മഹത്തുക്കൾ പഠിപ്പിച്ചു തന്നത്. ഒന്ന് ശവ്വാൽ മാസമാണ്, മറ്റൊന്ന് സഫർ മാസമാണ്. മഹദിയായ ആയിഷ ബിബി റളിയല്ലാഹു തആല അൻഹയുമായി അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം നടന്നത് ശവ്വാൽ മാസത്തിലാണെന്ന് നമുക്ക് കിതാബിൽ കാണാം. അതുപോലെ മഹദിയായ ഖദീജ ബീവിയുമായിട്ടും അതുപോലെ മഹദിയായ ഫാത്തിമ ബീവി അലിയാർ തങ്ങളെ നിക്കാഹ് ചെയ്ത ആ ഒരു 2 നിക്കാഹുകളൊക്കെ നടന്നത് സഫർ മാസത്തിലാണെന്നും നമുക്ക് ചില കിതാബുകളിലൊക്കെ കാണാം. അപ്പോൾ അൽഹംദുലില്ലാ, എന്തുകൊണ്ടും നല്ലൊരു മാസമാണ്. സഫർ മാസം മൊത്തത്തിൽ കൊള്ളൂല അങ്ങനെയൊന്നും ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ വേണ്ട. എല്ലാ മാസത്തിലും ചില ദിവസങ്ങൾ നഹ്സുള്ള ദിവസമാണ്. അപ്പോൾ അത് എന്ത് ചെയ്യുക? ഞാൻ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ, മുമ്പത്തെ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചതാണ്. എല്ലാ ദിവസവും സുബ്ഹി നമസ്കാരം കഴിഞ്ഞ് ബിസ്മില്ലാഹില്ലദി ലാ യദുറു മഅസ്മിഹി ഷൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. അതുപോലെ അഊദു ബികലിമാത്തില്ലാഹി താമ്മാത്തി മിൻ ശർരി മാ ഖലഖ്. ഈ 2 ദിക്റുകൾ അധികരിപ്പിച്ചാൽ
അന്നത്തെ ദിവസത്തിലെ നഹ്സുകളിൽ നിന്നെല്ലാം ഒഴിവായി എല്ലാവിധ ഖൈറും അല്ലാഹു തആല നമുക്ക് നൽകുമെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകളിൽ നമുക്ക് കാണുവാൻ പറ്റും. നമുക്ക് ഇന്ന് ഇൻഷാ അല്ലാഹ് ഒരു സ്വലാത്ത് പഠിക്കാം. വളരെ ശ്രേഷ്ഠതയുള്ളൊരു സ്വലാത്താണ് ഇത്. സ്വലാത്തിൻ്റെ മാസമൊന്നുമല്ല, പ്രത്യേകിച്ച് സ്വലാത്ത് അധികരിപ്പിക്കണമെന്ന് നമുക്ക് മഹത്തുക്കൾ പഠിപ്പിക്കപ്പെട്ടൊരു മാസമൊന്നുമല്ല സഫർ മാസം. എന്നാൽ ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലേണ്ട മാസമാണ്. കാരണം റബീഉൽ അവ്വൽ നമ്മളിലേക്ക് വരാനിരിക്കുകയാണ്. റബീഉൽ അവ്വൽ പുണ്യമായ ആ ഒരു എന്താ പറയുക മദ്ഹുകളുടെ മൗലിദുകളുടെ ഈ ബൈത്തുകളുടെ അതുപോലെ ബുർദയുടെയൊക്കെ ഈരടികൾ നമുക്ക് ചെവികളിൽ ഇങ്ങനെ എന്താ പറയുക വലിയൊരു ആനന്ദമായി, വലിയൊരു രസമായി, വലിയൊരു സുഖമായി നമുക്ക് കേൾക്കാൻ ഇനി ഏതാനും ദിവസങ്ങൾ കൂടിയാണ് നമുക്ക് ബാക്കിയുള്ളത് അല്ലെ. റബീഉൽ അവ്വൽ മാസം കടന്നു വരികയാണ്. ഇപ്പോഴേ നമ്മുടെ മക്കൾക്ക് മദ്രസകളിലൊക്കെ നബിദിന പരിപാടികളുടെ റിഹേഴ്സലൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. ഒരുപാട് പേര് ചോദിച്ചു, ഉസ്താദെ ഒരു പാട്ട് എൻ്റെ മോനിക്ക് പാടാൻ പറഞ്ഞു തരുമോ, അല്ലെങ്കിൽ ഒരു പ്രസംഗം എഴുതി തരുമോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് പേര്. ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങൾ ഏറ്റെടുക്കാറില്ല, വേറെ ഒന്നുമല്ല. നമ്മൾ ഈ തിരക്കിൻ്റെ ഇടയിൽ നമ്മൾ എഴുതി കൊടുക്കുന്ന പ്രസംഗം ഒരുപക്ഷെ ആ കുട്ടിക്ക് അത് പറയാനൊരു പ്രയാസമായാൽ പിന്നെ ഉസ്താദ് എഴുതി തന്നിട്ട് പിന്നെ അതങ്ങനെ പറയാതിരിക്കും. അങ്ങനെ ഒരു മനസ്സോടുകൂടിയൊക്കെ പറഞ്ഞാൽ അതൊരു എന്താ പറയുക വല്ലാത്തൊരു ഖൈറുകേടായിരിക്കും. അതുകൊണ്ട് പലപ്പോഴും ആ കാര്യങ്ങളിൽ നിന്ന് ഒഴിവാവുകയാണ് പതിവുള്ളത്. പിന്നെ നമ്മുടെ ഈ യൂട്യൂബിലൊക്കെ നോക്കിയാൽ ഒരുപാട് പാട്ടുകളുണ്ട്, ചെറിയ കുട്ടികളൊക്കെ പാടുന്ന, നമ്മുടെ മക്കൾക്കൊക്കെ മദ്രസയിൽ പാടാൻ പറ്റുന്ന ഒരുപാട് മദ്ഹ് ഗാനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇൻഷാ അല്ലാഹ് നിങ്ങൾ കേട്ടിട്ട് നമ്മുടെ മക്കൾക്ക് ഏതാണോ പാടാൻ പറ്റുന്നത്, ചിലപ്പോൾ സ്പീഡ് പാട്ട് ഉണ്ടാവും, ചിലപ്പോൾ ചെറിയ ചെറിയ പാട്ടുകൾ ഉണ്ടാകും. അപ്പോൾ അതൊക്കെ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അല്ലാഹു തആല നമ്മുടെ മക്കൾക്ക് എല്ലാവിധത്തിലുള്ള ഖൈറും ബറക്കത്തും സലാമത്തും ഏറ്റി കൊടുക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ആദ്യം തന്നെ ഒരു സ്വലാത്തിനെ പറ്റി പഠിക്കാം. വളരെ ശ്രേഷ്ഠതയുള്ള ഒരു സ്വലാത്താണ്. നമുക്ക് ഒരുപാട് കടങ്ങളുണ്ട് അല്ലേ, ഒരുപാട് കടങ്ങളാണ്. എത്രയോ ലക്ഷക്കണക്കിന് രൂപ കടമുള്ള ആളുകളൊക്കെ പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇന്നും പള്ളിയിൽ വെച്ചൊരു സഹോദരൻ പറഞ്ഞു, ഉസ്താദെ എന്താ പറയുക മരിക്കാൻ പേടിയാണ്. കാരണം മരിക്കാൻ പേടി എന്ന് പറഞ്ഞാൽ ഇബാദത്ത് കുറഞ്ഞത് കൊണ്ടല്ല, ഞാൻ എപ്പോഴും ഇബാദത്ത് ചെയ്യുന്നുണ്ട്, പക്ഷേ ഒരുപാട് കടങ്ങളുണ്ട്, ലക്ഷങ്ങൾ കടങ്ങളാണ്. ഒരാളുടെ കടം വീട്ടാൻ വേണ്ടി അടുത്ത ആളുടെ നിന്ന് വാങ്ങും, അയാളുടെ കടം വീട്ടാൻ വേണ്ടി പിന്നെ വാങ്ങും, അങ്ങനെ കടങ്ങൾ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകം ഒന്ന് ദുആ ചെയ്യണേ. ഞാൻ ആ സമയത്ത് ആ സഹോദരൻ പറഞ്ഞു കൊടുത്ത ഒരു സ്വലാത്താണ് ഇൻഷാ അല്ലാഹ് എൻ്റെ മുഅ്മിനീങ്ങളെ നിങ്ങൾക്ക് ഞാൻ ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. കടം കൂടുന്തോറും നമുക്ക് ടെൻഷൻ കൂടും, ടെൻഷൻ കൂടുന്തോറും നമുക്ക് രോഗങ്ങൾ കൂടുമെന്നാണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ആഗ്രഹങ്ങളെ സഫലീകരിക്കാൻ എല്ലാത്തിലും ഉപരിയായി ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശഫാഅത്ത് നമുക്ക് കിട്ടാനൊക്കെ ഈ സഫർ മാസത്തിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ച ദിവസം ഇന്നത്തെ പകലിലും അതുപോലെ തന്നെ ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ ഒരുപാട് കണ്ട് അധികരിപ്പിച്ച് നമ്മുടെ ആ ഇഷ്ക് മുത്തയായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ആ സ്നേഹം ഒരുപാട് കണ്ട് നമ്മൾ അധികരിപ്പിക്കേണ്ട ഒരു സ്വലാത്താണ് ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ഈ ഒരു സ്വലാത്തിനെ പറ്റി ഒരുപാട് മഹത്തുക്കൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതായത് മഹാനായ ഇമാം ത്വബറാനി തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസായിട്ട് ഈ ഒരു സ്വലാത്ത് വന്നിട്ടുണ്ട്. അതുപോലെ തർഹീബ് എന്ന കിതാബിൽ കാണാം, കശ്ഫുൽ ഗുമ്മാർ എന്ന കിതാബിൽ ഈ ഒരു സ്വലാത്തിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്, ബഹ്റുൽ അൻവാർ എന്ന കിതാബിൽ ഈ ഒരു സ്വലാത്തിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ സ്വലാത്തിന്റെ നേട്ടം പറയുന്നത് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മൻ ഖാല ജസല്ലാഹു അന്നാ മുഹമ്മദൻ മാ ഹുവ അഹ്ലു അത്അബ 70 കാതിബൻ അൽഫ സുബാഹിൻ. അല്ലാഹ് എന്താ പറഞ്ഞത്? എന്താ ഹദീസിന്റെ അർത്ഥം എന്നറിയോ? ഒരു മനുഷ്യൻ ഒരു സ്വലാത്ത് നബി തങ്ങൾ ഇവിടെ പറഞ്ഞു, ഈ സ്വലാത്ത് പറഞ്ഞു കഴിഞ്ഞാൽ 1000 പ്രഭാതങ്ങളിൽ 70 മലക്കുകൾ അവനിക്ക് പ്രതിഫലം ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുമെന്നാണ്. 1000 പ്രഭാതങ്ങളിൽ, അതായത് 1000 ദിവസം 70 മലക്കുകൾ ഇങ്ങനെ അവനിക്ക് പ്രതിഫലം ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കും. ഒരു ഹദീസിൽ കാണാം, ഒരു ഹദീസിൽ തഅബാനാകുമെന്നാണ്. ആ എഴുതുന്ന മലക്കുകൾ വിഷമിക്കുന്ന മലക്കുകൾ അങ്ങനെ വിഷമിക്കുന്നില്ല കേട്ടോ, അവർക്കൊരു ക്ഷീണവുമില്ല, ഒരു തളർച്ചയുമില്ലാത്ത ഒരു വിഭാഗമാണ് മലക്കുകൾ. പക്ഷെ അത്രമാത്രം മലക്കുകൾ ക്ഷീണിക്കും എന്ന് വരെ, അതായത് അത്രമാത്രം ഇങ്ങനെ പ്രതിഫലം ഇങ്ങനെ അവരെ എഴുതിക്കൊണ്ടിരിക്കും ഈ സ്വലാത്ത് പറഞ്ഞാലെന്നാണ്. വല്ലാത്ത പ്രതിഫലമുള്ള ഒരു സ്വലാത്താണ്. ഏതാണ് ആ സ്വലാത്ത്? ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ഞാനത് പറഞ്ഞു തരാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കിത് അധികരിപ്പിക്കാനുള്ള തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പോൾ സ്വലാത്ത് കേട്ടോ, ഏതാണ്? ജസല്ലാഹു അന്നാ, വളരെ സിമ്പിളായ സ്വലാത്താണ്. ജസല്ലാഹു അന്നാ മുഹമ്മദൻ ബിമാ ഹുവ അഹ്ലുഹു. ഒന്ന് പറഞ്ഞേ എല്ലാവരും ഒന്ന് വെച്ച് പറഞ്ഞേ, ജസല്ലാഹു അന്നാ മുഹമ്മദൻ ബിമാ ഹുവ അഹ്ലുഹു. ഒന്നുകൂടി, ജസല്ലാഹു അന്നാ മുഹമ്മദൻ ബിമാ ഹുവ അഹ്ലുഹു.
എന്താ അതിൻ്റെ അർത്ഥം? അള്ളാഹുവേ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്ഥാനം എത്രയാണോ, നബി തങ്ങൾക്കുള്ള സ്ഥാനം എത്രയാണോ നിന്റെ അടുക്കൽ, ഒരുപാട് വലിയ സ്ഥാനമല്ലേ, എല്ലാ സൃഷ്ടികളെക്കാളും നബിതങ്ങൾക്കാണ് ഏറ്റവും വലിയ സ്ഥാനം. ആ സ്ഥാനത്തിനനുസരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഞങ്ങൾ കാരണമായി അള്ളാഹുവെ നീ പ്രതിഫലം ഒരുപാട് കണ്ട് അധികരിപ്പിച്ചു കൊടുക്കണേ എന്നാണ് ആ സ്വലാത്തിൻ്റെ അർത്ഥം. വല്ലാത്തൊരർത്ഥമാണ്, വല്ലാത്തൊരു സ്വലാത്താൻ, വളരെ ചെറിയൊരു സ്വലാത്താൻ. എന്ന് പറഞ്ഞ് ജസല്ലാഹു അന്നാ മുഹമ്മദൻ ബിമാ ഹുവ അഹ്ലുഹു. ഒന്നുകൂടി, ജസല്ലാഹു അന്നാ മുഹമ്മദൻ ബിമാ ഹുവ അഹ്ലുഹു. അല്ലാഹുവേ, ഈ സ്വലാത്ത് ഒരുപാട് കണ്ട് അധികരിപ്പിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് തരണേ റഹ്മാനെ. ഒരു മനുഷ്യൻ ഈ സ്വലാത്ത് അധികരിപ്പിച്ചാൽ അവർക്ക് കിട്ടുന്ന വമ്പൻ പ്രതിഫലങ്ങൾ, മഹത്തുക്കൾ ഒരുപാട് കണ്ട് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ആരെങ്കിലും ഒരാൾ എൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലിയാൽ അവൻ്റെ മേൽ മലക്കുകൾ സ്വലാത്ത് ചൊല്ലുമെന്നാണ്. ഇപ്പം നമ്മളൊരു സ്വലാത്ത്, ഇപ്പോൾ നമുക്ക് തന്നെ ഇപ്പോൾ ജസല്ലാഹു അന്നാ മുഹമ്മദൻ ബിമാ ഹുവ അഹ്ലുഹു, നമ്മൾ ഈ സ്വലാത്ത് ചൊല്ലിയില്ലേ, ഈ സ്വലാത്ത് നമ്മൾ ചൊല്ലിയത് കൊണ്ട് മലക്കുകൾ നമ്മുടെ മേൽ സ്വലാത്ത് ചൊല്ലും. മലക്കുകൾ നമ്മുടെ മേൽ സ്വലാത്ത് ചൊല്ലിയത് കൊണ്ട് അള്ളാഹു തആല നമുക്ക് സ്വലാത്ത് ചൊല്ലുമെന്നാണ്. മലക്കുകൾ നമുക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലും, അള്ളാഹു നമുക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലും. അള്ളാഹു നമുക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലിയ കാരണത്താൽ ലോകത്തിലെ മുഴുവൻ വസ്തുക്കളും നമുക്ക് നന്മ കിട്ടാൻ വേണ്ടി ഇങ്ങനെ ദുആ ചെയ്തുകൊണ്ടിരിക്കും. എന്താ പ്രതിഫലം! സ്വലാത്ത് എന്ന് പറഞ്ഞാൽ വമ്പൻ പ്രതിഫലമല്ലേ. ഏത് സമയത്ത് നമുക്ക് പറയാം. ഇന്ന് ഭയങ്കര മടിയാണ് ആളുകൾക്ക്. ചില ആളുകളുണ്ട് ഭയങ്കര നിസ്കാരക്കാരാണ്, നിസ്കാര തഴമ്പൊക്കെ ഇങ്ങനെ വീർത്തിട്ടുണ്ടാവും, ഒരുപാട് സ്വതക്ക് കൊടുക്കും, എല്ലാ നല്ല കാര്യത്തിലും ഉണ്ടാകും. പക്ഷെ സ്വലാത്തിൻ്റെ കാര്യം പറയുമ്പോൾ ഭയങ്കര മടിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് വെക്കുമ്പോൾ ഒന്ന് ചുണ്ടനക്കിയിട്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയാൻ അവർക്ക് ഭയങ്കര ഒരു എന്താ പറയുക, നാണമാണ്, അല്ലെങ്കിൽ മടിയാണ്. അതൊന്നും വേണ്ടാട്ടോ. നമ്മൾ ചെയ്യുന്ന ഏത് സൽക്രമവും സ്വീകരിക്കാൻ നമ്മുടെ നിസ്കാരത്തിൽ നമുക്ക് സ്വലാത്തുണ്ട് അല്ലേ, നിസ്കാരം ശരിയാവണോ, സ്വലാത്ത് വേണം, സ്വലാത്ത് വേണം. സ്വലാത്തില്ലാതെ ഒരു അമലുമില്ലെന്നാണ്. ഒരു അമൽ ചെയ്താൽ ആ അമലിൻ്റെ പരിപൂർത്തീകരണമാണ്, അത് പരിപൂർത്തീകരണമാകുന്നത് സ്വലാത്ത് കൊണ്ടെന്നാണ്. അതുകൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ പരമാവധി സ്വലാത്ത് നമ്മൾ അധികരിപ്പിച്ചോ. മഹാനായ ജാബിർ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, മൻ സ്വല്ല അലയ്യ ഫിൽ യൗമി 100 മറ ഖലല്ലാഹു ലഹു 100 ഹാജ 70 മിൻഹാ ഫിൽ ആഖിറ വ 30 ഫിദ് ദുനിയാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസാണ്. ജാബിർ തങ്ങൾ പറയുകയാ, ആരെങ്കിലും ഒരു മനുഷ്യൻ ഇന്നത്തെ ദിവസം, ഇന്ന് പരിശുദ്ധമായ സഫർ മാസത്തിന്റെ 1-ാമത്തെ വെള്ളിയാഴ്ച ദിനമാണ്, ഇന്ന് മഗ്രിബിന് മുമ്പ് ഇൻഷാ അല്ലാഹ് എത്ര പ്രാവശ്യം, ഒരു 100 പ്രാവശ്യം, 100 പ്രാവശ്യം നമ്മൾ ഈ പറഞ്ഞ സ്വലാത്ത് ഒരാൾക്ക് ചൊല്ലാൻ പറ്റുന്നുണ്ടോ, ഒരാൾ ചൊല്ലുന്നുണ്ടോ, അയാൾക്ക് കിട്ടുന്ന പ്രതിഫലം, അവന്റെ ജീവിതത്തിൽ ഒരുപാട് ഉദ്ദേശങ്ങളുണ്ട്, ഒരുപാട് മുറാദുകളുണ്ട്. ആ മുറാദുകളിൽ, ആവശ്യങ്ങളിൽ 70 ആവശ്യങ്ങൾ അത് ആഖിറത്തിൽ ആവശ്യങ്ങളാണ്. ആ ആവശ്യങ്ങൾ അല്ലാഹു തആല നിറവേറ്റി തരും. പിന്നെ ദുനിയാവിലുള്ള 30 ആവശ്യങ്ങളും അല്ലാഹു തആല പൂർത്തീകരിച്ച് തരുന്നതാണ്. 100 സ്വലാത്ത് ചൊല്ലിയാൽ, ഇപ്പോൾ ഒരു ദിവസത്തെ കാര്യം, ഒരു ദിവസം 100 സ്വലാത്ത് ചൊല്ലിയാൽ ഇത്ര പ്രതിഫലം ഉണ്ടെങ്കിൽ എല്ലാ ദിവസവും 100 സ്വലാത്ത് ചൊല്ലുന്ന ആൾക്ക് എന്താ പ്രതിഫലം? അപ്പൊ ഇൻഷാ അല്ലാഹ് നമ്മൾ ഈ പറഞ്ഞ സ്വലാത്ത്, ജസല്ലാഹു അന്നാ മുഹമ്മദൻ ബിമാ ഹുവ അഹ്ലുഹു എന്ന് പറഞ്ഞ്, ജസല്ലാഹു അന്നാ മുഹമ്മദൻ ബിമാ ഹുവ അഹ്ലുഹു. പുണ്യമായ ഈ സ്വലാത്ത് അധികരിപ്പിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ഇത് വിവാഹങ്ങളൊക്കെ വേഗത്തിൽ നടക്കാൻ, വിവാഹം നടക്കാതെ വിഷമിക്കുന്ന ഒരുപാട് പേരുണ്ട്. പെണ്ണ് കാണും അല്ലെ, പെണ്ണ് കാണാൻ പോകും, അല്ലെങ്കിൽ ചെറുക്കൻ കാണാനൊക്കെ പോകും, എല്ലാം കണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും. പിന്നെ എന്തൊക്കെയോ ഒരു കാര്യങ്ങൾ വന്ന് മുടങ്ങിപ്പോകുന്നു കല്യാണം. പലപ്പോഴും എന്താ പറയുക, കല്യാണം ഉറപ്പിച്ചു, നിശ്ചയം നടന്നു. നിശ്ചയം എന്ന് പറഞ്ഞാൽ പല സ്ഥലത്തുണ്ടല്ലോ, ഉറപ്പിക്കല്, കല്യാണം നിക്കാഹ് ഉറപ്പിക്കല്. ആ ഉറപ്പിക്കൽ കഴിഞ്ഞു, ഓഡിറ്റോറിയം ഒക്കെ ബുക്ക് ചെയ്തിട്ട് വരെ, സ്വർണം എടുത്തിട്ട് വരെ നിക്കാഹുകൾ, ഈ കല്യാണമൊക്കെ മുടങ്ങിപ്പോയി എത്രയോ കേസുകളുണ്ട്. അതൊരു തൗഫീഖില്ലായ്മയാണ്. ചിലപ്പോൾ അത് ഖൈറല്ലാത്തത് കൊണ്ടാവാം തട്ടിപ്പോയത്. അപ്പോൾ നമുക്ക് വരുന്ന ആ വിവാഹാലോചനകൾ, എത്രയോ ആളുകളുണ്ട് കല്യാണം ശരിയാവുന്നില്ല ഉസ്താദ്, ദുആരക്കാൻ പറഞ്ഞവരുണ്ട്. എത്രയോ ഉമ്മമാരാണ് അത് മകളുടെ വിവാഹം അല്ലെങ്കിൽ മോൻ്റെ വിവാഹമൊക്കെ ശരിയാവാൻ ദുആ ചെയ്യുന്നതെന്ന് ഒരുപാട് പേര് പറയാറുണ്ട്. വീട് പണിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേര് പറയാറ്, കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, രോഗങ്ങൾ കൊണ്ട് പ്രതിസന്ധി, എല്ലാത്തിനും മരുന്ന് അത് സ്വലാത്താണ്. പ്രത്യേകിച്ച് നമ്മൾ ഇന്ന് പറഞ്ഞ സ്വലാത്ത് അത് വലിയ പ്രതിഫലമുള്ള സ്വലാത്ത്. ഇൻഷാ അല്ലാഹ് ഈ സ്വലാത്ത് ചൊല്ലിക്കോ, എല്ലാവിധത്തിലുള്ള ഖൈറും നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു തആല തരും ഇൻഷാ അല്ലാഹ്.
നമ്മൾ ഇന്നത്തെ ദിവസം ഒരു സ്വലാത്ത് പഠിച്ചിട്ടുണ്ട് അല്ലേ? ഒന്ന് പറഞ്ഞാലോ സ്വലാത്ത്? ജസല്ലാഹു അന്നാ മുഹമ്മദൻ ബിമാ ഹുവ അഹ്ലുഹു. അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. ഇനി പറഞ്ഞു തരാൻ പോകുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ ഭാര്യയാകുന്ന ജുവൈരിയ ബീവി റളിയല്ലാഹു തആല അൻഹക്ക് പഠിപ്പിച്ചു കൊടുത്ത കുറഞ്ഞ സമയം കൊണ്ട് ഒരുപാട് പുണ്യങ്ങൾ നമുക്ക് കിട്ടാനുള്ള ഒരു ദിക്റാണ്. അത്ഭുതപ്പെടുത്തുന്ന ഒരു ദിക്റാണ്. അതായത് ഇത് എന്താ പറയുക, ഒറ്റമൂലിയാണ് നമുക്ക് പറയാം. ഒരുപാട് രോഗങ്ങൾക്കും പ്രയാസങ്ങൾക്കും സങ്കടങ്ങൾക്കുമൊക്കെ നമുക്ക് പ്രതിഫലം കിട്ടുന്ന, നമുക്ക് പരിഹാരമാകുന്ന ഒരു അത്ഭുതപ്പെടുത്തുന്ന ഒരു ദിക്റാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നേരിട്ട് പഠിപ്പിച്ചു കൊടുത്തു എന്ന് പറയുമ്പോൾ ഈ ഒരു ദിക്റിന്റെ മഹത്വം നമുക്കൊന്ന് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ഇത് ഏതെങ്കിലും വലിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നല്ല ഒരു ഉസ്താദോ പറഞ്ഞു കൊടുത്തതല്ല. വലിയമാരുടെയൊക്കെ വലിയ പ്രവാചകന്മാരുടെയൊക്കെ നേതാവ്, നമ്മുടെയൊക്കെ വലിയ നേതാവ് ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചതാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ആ ഒരു ദിക്ർ ഏതാണെന്ന് നമുക്കൊക്കെ അറിയാവുന്ന ദിക്റാണ്. ഒന്ന് പറയാം. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിളാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. ഇതാണ് ആ ഒരു ദിക്ർ. അയ്യേ ഉസ്താദ്, ഇത് നിങ്ങൾക്കറിയാം, ഇത് നമ്മൾ ചൊല്ലാറുള്ളതല്ലേ? അതെ, ചൊല്ലാറുള്ളതാണ്. ഈ ചൊല്ലാറുള്ള ഈ ദിക്ർ, ഇതിൻ്റെ ശ്രേഷ്ഠത അറിഞ്ഞിട്ട് എത്ര പേര് ചൊല്ലിയിട്ടുണ്ട്? ഏത് മുടങ്ങിക്കിടക്കുന്ന പരിഹാരമില്ലാതെ പോയി എന്ന് നമ്മൾ വിചാരിച്ച എത്ര വലിയ കേസുകളാണെങ്കിലും അതിനൊക്കെ അള്ളാഹുവിൻ്റെ വലിയ ഖൈറുണ്ടാവാൻ ഈ ഒരു ദിക്ർ നമുക്ക് പതിവാക്കാവുന്നതാണ്. അള്ളാഹുവിൻ്റെ സൃഷ്ടികളുടെയും അവൻ്റെ തൃപ്തിയുടെയും സന്തോഷത്തിൻ്റെയും എണ്ണത്തിനനുസരിച്ച്, അള്ളാഹുവിൻ്റെ അർശിൻ്റെ ഭാരത്തിനനുസരിച്ച്, അവൻ്റെ വചനങ്ങൾ എഴുതുന്ന മഷിയുടെ അളവിനനുസരിച്ച് അള്ളാഹുവിനെ സ്തുതിക്കുന്നതോടൊപ്പം അവൻ്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു എന്നാണ് ഇതിൻ്റെ അർത്ഥം. വല്ലാത്ത അർത്ഥമാണ്. അർശ് കുലുങ്ങി നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റി തരുമെന്നാണ്. കാരണം അള്ളാഹുവിൻ്റെ അർശ് എന്താ പറയുക, അള്ളാഹുവിൻ്റെ അർശിൻ്റെ ഭാരത്തിനനുസരിച്ച് ഞാൻ അള്ളാഹുവെ നിനക്ക് സ്തുതി അർപ്പിക്കുന്നു എന്നാണ്. മാത്രമല്ല എന്താ പറയുക, അള്ളാഹുവിൻ്റെ വചനങ്ങൾ, അള്ളാഹുവിൻ്റെ ഇസ്മുകൾ എഴുതുന്ന, അള്ളാഹുവിനെ പറ്റി എഴുതുന്ന മഷിയുടെ അളവിനനുസരിച്ച്, അതെന്ന് പറഞ്ഞാൽ എത്ര, ഒരു ഡെപ്പയാണോ, ഒരു ബോട്ടിലാണോ? അല്ല, ഒരുപാട്. അള്ളാഹിനെ പറ്റി എഴുതുക എന്ന് പറഞ്ഞാൽ തീരുവോ? അള്ളാഹിനെ പറ്റി എഴുതിയാൽ തീരുവോ? ഇല്ല. അപ്പോൾ അതിനൊക്കെ അനുസരിച്ച് അള്ളാഹുവേ നിനക്ക് ഞാനിതാ സ്തുതികൾ അർപ്പിക്കുന്നു, നിന്റെ പരിശുദ്ധിയെ വാഴ്ത്തുന്നു എന്ന ഒരു അടിമ പറയുന്ന ഏറ്റവും നല്ല വാക്കുകളിൽ ഒന്നാകുന്ന ഈ ഒരു ദിക്ർ നമുക്കൊന്ന് പറഞ്ഞാൽ, ഒരു 3 പ്രാവശ്യം നമ്മളിപ്പോൾ പറഞ്ഞ സ്വലാത്ത്, പിന്നെ ഇപ്പോൾ ഈ ഒരു ദിക്ർ ഇൻഷാ അല്ലാഹ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജുവൈരിയ ബീവിക്ക് പഠിപ്പിച്ചു കൊടുത്ത ദിക്റാണ്. ഇത് 2-3 പ്രാവശ്യം ഒന്ന് പറഞ്ഞ് ഇൻഷാ അല്ലാഹ് നമുക്ക് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു സ്വലാത്തും അതുപോലെ ഈ ഒരു ദിക്റും പറയുമ്പോൾ എന്തെല്ലാം നേട്ടങ്ങൾ നമുക്ക് കിട്ടാനുണ്ടോ മുഴുവനും അല്ലാഹു തആല നമുക്ക് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ ഒരു ദിക്ർ പറയുന്നതിൻ്റെ ഫളല് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവിധത്തിലുള്ള നന്മയും ജീവിതത്തിൽ ഒരുപാട് കണ്ട് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമുക്ക് ആ സ്വലാത്ത് ഒന്ന് പറഞ്ഞാൽ 3 പ്രാവശ്യം. ബിസ്മില്ലാ, ഒന്ന് പറഞ്ഞു. ജസല്ലാഹു അന്നാ മുഹമ്മദൻ ബിമാ ഹുവ അഹ്ലുഹു. ജസല്ലാഹു അന്നാ മുഹമ്മദൻ ബിമാ ഹുവ അഹ്ലുഹു. ജസല്ലാഹു അന്നാ മുഹമ്മദൻ ബിമാ ഹുവ അഹ്ലുഹു. അല്ലാഹുവേ ഈ സ്വലാത്ത് നീ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ ഈ സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ പ്രയാസ പ്രതിസന്ധികൾ നീ മാറ്റിത്തരണേ അല്ലാ. ഇനി ആ ദിക്ർ എന്ന് പറഞ്ഞാലോ, ഈ ദിക്റാണ്, ഇതൊരു തസ്ബീഹാൻ അല്ലേ? തസ്ബീഹും കൂടിയാണ്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിളാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. ഒന്നുകൂടി. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിളാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. ഒന്നുകൂടി. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിളാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. പടച്ചവനെ, ഞങ്ങൾ 3 സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ട്, അതുപോലെ തന്നെ ദിക്റുകൾ പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ ഫളല് കൊണ്ട് ഞങ്ങളുടെ എല്ലാ പ്രയാസ പ്രശ്നങ്ങളും നീ മാറ്റിത്തരണേ അല്ലാ. ഈ പുണ്യമായ വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെയൊക്കെ ഹലാലായ മുറാദ് നീ ഹാസിലാക്കണേ അല്ലാ. വിഷമങ്ങൾ സങ്കടങ്ങൾ ഒരുപാടുണ്ട് റബ്ബേ, എല്ലാം നിനക്കറിയാം, എല്ലാം നീ മാറ്റി എല്ലാവിധ സലാമത്തും ബറക്കത്തും നൽകണേ അല്ലാ.
ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കണേ അല്ലാ. മരണപ്പെട്ടുപോയവർക്ക് നീ സ്വർഗം നൽകണേ അല്ലാ. എല്ലാ പ്രകൃതി ദുരന്തങ്ങളെ തൊട്ടും ഞങ്ങൾ എല്ലാവരെയും നീ കാക്കണേ റഹ്മാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ ഇൻഷാ അല്ലാ ഈ സ്വലാത്ത് ഇന്നത്തെ മഗ്രിബിന് മുമ്പ് പറ്റുന്നത് പോലെ പ്രത്യേകിച്ച് ഒരു 100 പ്രാവശ്യമൊക്കെ ചൊല്ലിയ ഒരുപാട് നേട്ടമാണ്. അള്ളാഹു തൗഫീഖ് തരുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.